എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഞാനിവിടെ പാലക്കാട് കണ്ണാടി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. പാലക്കാട് കണ്ണാടി. അപ്പോൾ ഞാനിത് എന്താ ഇവിടെ കാണിക്കണമെന്ന് വെച്ചാൽ കുറേ ആടുകൾ, അതായത് നാടനാടുണ്ട്, കോലാടുണ്ട്, ചെമ്മരിയാടുകളുണ്ട്, ചെമ്മരിയാടുടെ രോമം എടുത്തിട്ടുള്ള ആടുകളുണ്ട്, അങ്ങനെ കുറേ ആടുകളുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ ഒരു കൗതുകം. എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലല്ലേ ഇവർ ഏതോ ഭാഗത്തുനിന്ന് വന്ന ആൾക്കാർ. അവരാണെന്ന് വെച്ചാൽ പറഞ്ഞ ഭാഷ ഒന്നും എനിക്ക് മനസ്സിലാവണമില്ല. അവരിത് ചോദിക്കണതിനല്ല അവർ മറുപടി പറയുന്നത്. അപ്പോൾ ഇവർ ഈ പാടത്തുനിന്ന് ഈ ആടുകളുടെ മര്യാദ തല്ലുണ്ട് കേട്ടോ. മിണ്ടാപ്രാണികൾ പാവം. പക്ഷേ എന്താ ചെയ്യണം, ഇതൊക്കെ ഒരാളാണ് ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ആട്ടിയിട്ടും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ഒരു വല നിർത്തി ആ വലയുടെ നാലുപുറം കുറ്റിയൊക്കെ അടിച്ചിട്ട് അങ്ങനെ ഓരോ പോർഷനായിട്ടാണ് ആടുകളെ കാക്കുന്നത്. തോനാടുണ്ട് കേട്ടോ. ചുരുങ്ങിയതിപ്പോൾ നമ്മൾ എണ്ണീട്ടൊന്നുമല്ല പറയണത്. എന്നാലും സുമാറ് പറയുകയാണെന്ന് വെച്ചാൽ 1000-ന് മേലെ ആടുണ്ടാവാം സുമാറ് പറയണം. ഇത് സാധാരണ നാടനാടാണ് കണ്ടോ. ഈ സംഭവം ചെമ്മരിയാടുകളാണ്. പല കളറിലുള്ള പല തരത്തിലുള്ള ചെമ്മരിയാടുകൾ കണ്ടോ. അങ്ങനെ വല കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിർത്തിയാണ്. പക്ഷെ വല കെട്ടിയിട്ട് എല്ലാം സേഫ്റ്റി ആക്കിയിട്ടില്ല, അവർ കെട്ടിയിട്ട് നിർത്തണുള്ളൂ. അപ്പോൾ കുറേ ആൾക്കാരുടെ തോലൊക്കെ മറ്റേ രോമൊക്കെ ചിരണ്ടി എടുത്തിട്ടുള്ള അതൊക്കെ സംഭവമുണ്ട്. കുറേ ആടുകൾക്ക് രോമം മഴയെ മുട്ടിയിട്ട് തിക്കായിട്ട് നിൽക്കണ ആടുകളുണ്ട് കണ്ടോ. ഇതിൻ്റെ ഇടയിൽ നാടനാടും ഉണ്ട്. അതൊക്കെ ശരിക്കും ചെമ്മരിയാടുകൾ തന്നെ. ചിലതിൻ്റെയൊക്കെ രോമം വിട്ടിട്ട് രണ്ടാമത് വലുതായി വരുന്ന ആടുകളുണ്ട് അതിൽ കണ്ടോ. എൻ്റെ പലതരം കളറുള്ള ആടുകളാണ്. കാണാൻ രസമൊക്കെ ഉണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഒന്നായിട്ട് കാണുമ്പോഴല്ല, ഇതൊക്കെ ചെമ്മരിയാടുകളാണ്. ഒന്നായിട്ട് കാണുമ്പോൾ രസമില്ല. പക്ഷേ ഇങ്ങനെ കൂട്ടത്തോടുകൂടി നിൽക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു കൗതുകം കൂടിയാണത്. ഞാൻ ഇത്ര തോന ആടിനൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പക്ഷെ കണ്ടപ്പോൾ ഒരു രസമുണ്ട്. പക്ഷെ ഇവരെന്നെ നോക്കി ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് ഭയങ്കര സംഭവമാണ് കണ്ടോ. എന്താ ആടുകളുണ്ട്. ഇതൊക്കെ രോമം ഉണ്ട്, അത്യാവശ്യം രോമം. പക്ഷെ അവർക്ക് പേടിയൊന്നുമില്ല കേട്ടോ. നമ്മളിപ്പോൾ അടുത്ത് വന്നിട്ട് അതിനെ തോടും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചാലും ഇതിനുണ്ടോ പേടിയും കാര്യങ്ങളൊന്നുമില്ല. തോനുണ്ടേ. ഞാൻ എന്നിട്ട് അവിടെ നിന്ന് പോയിട്ടൊരു ഇതിൻ്റെ ഒരു കുട്ടീനെ 2 ഒരു പെടയും ഒരു കൊറ്റനെയും തരുമെന്ന് പോയി ചോദിച്ചു. അപ്പോഴും അവരെന്തോ പറയണം. അവരുടെ ഭാഷയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. നമുക്കത് ഹിന്ദിയും അല്ല, ഇംഗ്ലീഷും അല്ല, മലയാളമല്ല, തമിഴല്ല, അങ്ങനത്തെ ഒരു ഇതില്ല. അപ്പം നമ്മൾ വേഗം പിന്നെ അവിടെ നിൽക്കാമെന്നില്ല. നമ്മൾ വേഗം അവിടെ നിന്ന് തടി രക്ഷപ്പെട്ടു കണ്ടോ. ഇത് കുട്ടികളാണ്, നാടൻ കുട്ടികളുണ്ട്, അതിൽ ചെമ്മരി കുട്ടികളുണ്ട്. അപ്പോൾ അതിനുണ്ട് 2 അന്ന് കളിപ്പിച്ചു. എന്നിട്ട് അങ്ങോട്ട് മെല്ലെ നമ്മളവിടെ നിന്ന് മെല്ലെ പോകുന്നു മെല്ലെ. പക്ഷേ രസമുണ്ട്. അപ്പോൾ ഈ ചെമ്മരി ആടുകളെന്നെ കാണാത്തവർക്കായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ഭാഗത്ത് പാലക്കാട് ആരെങ്കിലും സൈഡിലൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടെച്ചാൽ ഇവിടെ നിൽക്കുന്നുണ്ട്. പാലക്കാട് കണ്ണാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെമ്മരി ആടുകൾ നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അവരിപ്പോൾ എന്നാ അവിടെ നിന്ന് പോകാമെന്നറിയില്ല കണ്ടോ. രസമായി. എന്തായാലും നമുക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. രസമുള്ള കാഴ്ച തന്നെയാണ്. ഒന്നൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ടുള്ളൂ. ഒരു കൂട്ടം കാണുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ എത്ര തോനെ. അപ്പോൾ ഓക്കെ എന്നാൽ ബൈ. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.